നമസ്കാരം. സുനിൽ കനഗോലു എന്ന പേര് നമുക്ക് സുപരിചിതമാണ്. കർണാടകക്കാരനായ കനഗോലുവാണ് കോൺഗ്രസ് പാർട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവിധ പരിശോധനകളും നടത്തുന്നത്, വിജയസാധ്യത പരിശോധിക്കുന്നത്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നതൊക്കെ കനഗോലുവിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ്. കോൺഗ്രസിന് കനഗോലു ആരാണോ അങ്ങനെയാണ് CPIM ഈ തെരഞ്ഞെടുപ്പിൽ MV നികേഷ് കുമാർ എന്ന മാധ്യമ പ്രമുഖനെ ഉപയോഗിച്ചത്. പണ്ട് CPMകാർ തെരുവിലിട്ട് കൊല്ലാൻ ശ്രമിച്ച MV രാഘവന്റെ മകൻ. രാഘവനോടുള്ള വിരോധം കൊണ്ട് മിണ്ടാപ്രാണികളെ വരെ CPMകാർ ചുട്ടരിച്ചിരുന്നു. രാഘവന്റെ ഇരകളായി 5 രക്തസാക്ഷികളാണ് CPMനുണ്ടായത്. ആ രാഘവന്റെ മകൻ CPMനോട് പകവീട്ടാൻ വേണ്ടിയാണ് CPMലേക്ക് മാധ്യമ പ്രവർത്തക വേഷം അഴിച്ചുവെച്ച് വന്നത് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ജോൺ ബ്രിട്ടാസിന്റെ പ്രാഗൽഭ്യത്തിൽ പിണറായി വിജയൻ 2 വട്ടം അധികാരത്തിലെത്തിയതിനു ശേഷം ബ്രിട്ടാസിന് പകരം നികേഷ് കുമാറിനെ ചുമതല ഏൽപ്പിച്ചപ്പോഴാണ് CPMന്റെ കനഗോലുവായി അറിയപ്പെട്ടത്. എന്നാൽ സോഷ്യൽ മീഡിയ നികേഷ് കുമാറിനെ വിളിക്കുന്നത് കിണർ ഗോലു എന്നാണ്. അതിനൊരു കാരണമുണ്ട്. കിണറേഷ് എന്നായിരുന്നു സോഷ്യൽ മീഡിയ നേരത്തെ നികേഷ് കുമാറിന് പേരിട്ടത്. 2016 അഴീക്കോടിൽ CPM സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ കിണറ്റിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ കിട്ടിയ പേരാണ് കിണറേഷ്. പിന്നീട് CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്ന ചുമതലയിലേക്ക് മാറിയപ്പോൾ ആ കിണറേഷ് ലോപിച്ച് കിണർ ഗോലുവായി. നികേഷ് കുമാർ എന്ന കിണർ ഗോലുവിന് വലിയ തിരിച്ചടിയായി പോയി ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം. കഴിഞ്ഞ 2 തവണ മഹാഭൂരിപക്ഷം നേടിയ LDFന്റെ 3ാം ഭരണത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തത് കിണർ ഗോലുവിനായിരുന്നു. കിണർ ഗോലുവിന്റെ വീഡിയോകൾ, ശാന്തമായ സംഭാഷണങ്ങൾ, CPM നേതാക്കളുമായുള്ള അഭിമുഖങ്ങൾ, കിണർ ഗോലു ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ, കിണർ ഗോലു തന്നെ അവതരിപ്പിച്ച ഉദ്ധരണികൾ, ഇവയൊക്കെയായിരുന്നു സഖാക്കൾ ഏറ്റെടുത്തത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം, ആ ചോദ്യം തന്നെ തിരിച്ചടിയായി എന്ന് പറയുന്നു. ആ ചോദ്യത്തിന് ഉത്തരം LDF ഇല്ല, മറ്റാരെയെങ്കിലും നിങ്ങൾ തിരഞ്ഞോളൂ എന്നാണ് എന്ന് ജനങ്ങൾ കരുതി. അത്തരത്തിൽ നികേഷ് മെനഞ്ഞ എല്ലാ തന്ത്രങ്ങളും പൊളിഞ്ഞുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ആത്മാഭിമാനമുള്ള ആരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാജിവെച്ച് സ്ഥലം വിടണം. പക്ഷെ നികേഷിന് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം കോടിക്കണക്കിന് രൂപ വാങ്ങിയാണ് ട്രീ കട്ടർ മുതലാളിമാർക്ക് തൻ്റെ ചാനൽ വിറ്റത്. ഇപ്പോഴും നിയമപരമായി ആ ചാനലിന്റെ ഉടമസ്ഥാവകാശമുണ്ടെങ്കിലും ആ ചാനൽ നടത്തിപ്പിൽ പങ്കൊന്നുമില്ല. CPMന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ഇടം പിടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്ര വേഗം പിണങ്ങിപ്പോവാൻ കഴിയില്ല. എങ്കിലും ഒരല്പം ഉളുപ്പൊക്കെ വേണ്ടേ? ആ ഉളുപ്പ് ലവലേശമില്ലാതെ സകല പാർട്ടിക്കാരും ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആരോപിച്ചിട്ടും വീണ്ടും പച്ചക്കള്ളങ്ങളുടെ ഘോഷയാത്രയുമായി രംഗത്ത് വരുന്നു. ഇന്നലെ നികേഷ് കുമാർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ രംഗപ്രവേശം ചെയ്തത് എങ്ങനെ BJPക്ക് 3 സീറ്റ് കിട്ടി എന്ന് വിലയിരുത്തിക്കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഫലം BJPക്ക് 3 സീറ്റ് കിട്ടിയതാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നികേഷ് കുമാർ. BJPക്ക് വിജയസാധ്യതയുള്ള മഞ്ചേശ്വരത്ത് ജയിച്ചത് CPM തോറ്റുകൊടുത്തുകൊണ്ടാണ്. അതേസമയം BJP ജയിച്ച് 3ഇടത്തും CPMനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി BJPക്ക് വേണ്ടി ഒറ്റുകൊടുത്തു എന്നാണ് നികേഷിന്റെ തിയറി. എന്നിട്ട് നികേഷ് പറയുന്നു, ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന 102 പേരിൽ പലരും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്കാരായി മാറുമെന്നാണ്. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത്, മുഖ്യമന്ത്രി ആരുമാവട്ടെ, അതല്ല യഥാർത്ഥ യുദ്ധം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ്. മന്ത്രിസ്ഥാനം കിട്ടാത്തവർ BJPയിലേക്ക് ചേക്കേറും, പ്രത്യേക ബ്ലോക്കാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 102 പേരിൽ പലരും BJPയുടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ്. എന്നിട്ട് നികേഷ് കുമാർ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ BJP അവർക്ക് വിജയസാധ്യത പോലുമുള്ള ഏതാണ്ട് 40ഓളം സീറ്റുകൾ BDJSനും 2020ക്കും കൊടുത്തത് BJPയെ ജയിപ്പിച്ച് പകരം കോൺഗ്രസിനെ ജയിപ്പിക്കാനാണെന്ന്. വാസ്തവത്തിൽ സംഭവം തിരിച്ചായിരുന്നു എന്ന് പലർക്കും അറിയാം. ചെങ്ങന്നൂരിൽ വിജയസാധ്യതയുണ്ടായിരുന്ന സന്ദീപ് വാചസ്പതിക്ക് സീറ്റ് നിഷേധിച്ചത് പോലും സജി ചെറിയാന് വേണ്ടിയാണ് എന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായതാണ്. തൃപ്പൂണിത്തുറയിൽ BJPയുടെ A+ മണ്ഡലമായിട്ടും ഒട്ടും പരിചയമില്ലാത്ത 2020 സ്ഥാനാർത്ഥിക്ക് വേണ്ടി സീറ്റ് കൊടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണം ഉയർന്നു. ഏറ്റുമാനൂരിൽ VN വാസവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് 2020 ആരും അറിയാത്ത ഒരു സോഷ്യൽ മീഡിയക്കാരിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ആരോപണമുണ്ടായി. ഇതൊക്കെ അന്തരീക്ഷത്തിലുള്ളപ്പോൾ തിരിച്ചൊരു കഥയുമായി രംഗത്ത് വരികയാണ് കിണർ ഗോലു. കോൺഗ്രസ് പാർട്ടി ബഹുദൂരം പിന്നിൽ പോയാണ് BJPയെ നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ജയിപ്പിച്ചത് എന്നാണ് തിയറി. എന്നാൽ ഇത് അർദ്ധസത്യം മാത്രമാണ്. യഥാർത്ഥ കണക്ക് വ്യത്യസ്തമാണ്. നേമത്ത് തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥി നേടിയത്. എന്നാൽ അത് സ്ഥാനാർത്ഥിയുടെ വ്യത്യാസമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചത് സാക്ഷാൽ K മുരളീധരനാണ്. എന്നാൽ ഇക്കുറി ശബരിനാഥും. മുരളീധരന് പകരം ശബരിനാഥ് മത്സരിക്കുമ്പോൾ
വോട്ട് കുറയും എന്നത് സ്വാഭാവികം. കഴിഞ്ഞ തവണ BJP വിരുദ്ധ വോട്ടുകൾ മുരളീധരനും ശിവൻകുട്ടിക്കുമായി സ്പ്ലിറ്റ് ചെയ്തിരുന്നു. എന്നിട്ടും ഇടതു തരംഗമായിരുന്നതുകൊണ്ട് ശിവൻകുട്ടി ജയിച്ചു കയറി. ഇക്കുറിയും അത് ആവർത്തിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ BJP വിരുദ്ധ വോട്ടുകൾ ലഭിച്ചത് ശിവൻകുട്ടിക്ക് തന്നെയാണ്. പക്ഷേ UDF തരംഗമായതിനാൽ അത് ഫലപ്രദമായില്ല. BJP ജയിച്ചു. എന്നാൽ മറ്റ് രണ്ട് മണ്ഡലങ്ങളും നോക്കുക. ഒന്ന് ചാത്തന്നൂർ. 2021 LDF നേടിയത് 59,296 വോട്ടാണ്. അവർ വിജയിച്ചു. UDFന് 34,280 വോട്ട് മൂന്നാം സ്ഥാനത്ത്, BJPക്ക് 42,090 വോട്ട് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ 2026 LDFന്റെ വോട്ട് 59,296 നിന്നും ഏതാണ്ട് 11,771 കുറഞ്ഞ് 47,525 UDFന്റെ വോട്ട് 996 വോട്ട് കൂടി 30,276 BJPയുടെ വോട്ട് 9,833 വോട്ട് കൂടി 51,923 ജയിച്ചു. ഇവിടെ LDFന് 11,771 വോട്ട് കുറഞ്ഞപ്പോഴാണ് BJPക്ക് 9,833 വോട്ട് കൂടിയത്. എന്ന് വെച്ചാൽ LDFന് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടുകൾ ഇക്കുറി BJPക്ക് കിട്ടിയെന്നർത്ഥം. ഈ വാസ്തവമായി തുടരുമ്പോഴാണ് കിണറേഷ് നുണക്കഥയുമായി മണ്ടൻ അടിമകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്തുന്നത്. ഇത് തന്നെയാണ് കഴക്കൂട്ടത്ത് സംഭവിച്ചതും. കഴിഞ്ഞ തവണ 2021 LDFന്റെ സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് പിടിച്ചത് 63,690 വോട്ടാണ്. ഇക്കുറി 17,554 വോട്ട് കുറഞ്ഞ് 46,136 വോട്ടായി മാറി. എന്ന് വെച്ചാൽ CPMന്റെ ഏതാണ്ട് 17,000-ഓളം വോട്ട് താഴ്ന്നുപോയി. ആ വോട്ടാണ് BJPക്ക് ലഭിച്ചത്. BJP കഴിഞ്ഞ തവണ 40,193 വോട്ട് നേടിയപ്പോൾ ഇക്കുറി അത് 6,371 കൂട്ടി 46,564 ആക്കി. CPMന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിന്റെ 1/3 BJPക്ക് പോയി എന്നർത്ഥം. അതേസമയം UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 4,188 വോട്ട് കൂടുതൽ നേടി. എന്ന് വെച്ചാൽ കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട് പോലും കുറഞ്ഞില്ല, വോട്ട് കൂടുകയാണ് ചെയ്തത്. വോട്ട് കുറഞ്ഞതും നഷ്ടപ്പെട്ടതും BJPക്ക് പോയതും LDFന്റേതാണ്. ഇത് യാഥാർത്ഥ്യമായിരിക്കവേ അത് മറച്ചു വെച്ചുകൊണ്ട് UDFന്റെ വോട്ടാണ് BJPക്ക് പോയത് എന്ന പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്. ഇത് മാത്രമാണോ? BJP മുന്നേറ്റം നടത്തിയിടത്തെല്ലാം പിന്നോട്ട് പോയത് LDF ആണ്. എന്ന് വെച്ചാൽ LDFകാരാണ് കൂട്ടത്തോടുകൂടി BJPക്ക് വോട്ട് ചെയ്തതെന്നർത്ഥം. തിരുവല്ലയിലേക്ക് നോക്കൂ. BJPയുടെ സ്ഥാനാർത്ഥി രണ്ടാമതെത്തുമെന്ന് ആരെങ്കിലും കണക്കാക്കിയോ? പക്ഷേ രണ്ടാമതെത്തി. മൂന്നാമതെത്തിയത് UDF അല്ല, LDF ആണ്. മുൻ മന്ത്രി കൂടിയായ മാത്യു ടി തോമസ് ആണ് മൂന്നാമതെത്തിയത്. ജയിച്ചത് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമനും. പാലായിൽ BJPയുടെ വോട്ട് കൂടിയപ്പോൾ കുറഞ്ഞത് ആരുടെ വോട്ടാണ്? LDFന്റെ. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ വോട്ട് കൂടിയപ്പോൾ കുറഞ്ഞത് LDFന്റേതാണ്, ജയിച്ചത് UDF ആണ്. വട്ടിയൂർക്കാവിൽ BJPയുടെ വോട്ട് കൂടിയപ്പോൾ കുറഞ്ഞത് CPMന്റേതാണ്, ജയിച്ചത് UDF ആണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? കിണർഗോലുമാർ മനസ്സിലാക്കുന്നില്ലെങ്കിലും ഒരു സത്യം സത്യമായി തന്നെ അവശേഷിക്കും. CPM ക്ഷയിച്ചാണ് BJP വളരേണ്ടത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ഫലം. ഇനി വരാൻ പോകുന്ന 5 വർഷം കൂടുതൽ CPM ക്ഷയിക്കും, കൂടുതൽ BJP വളരും.